Hello everyone, welcome back to Debys corner. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആയിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്ക് വിസയിൽ UK-ലോട്ട് വരാൻ പറ്റി. UK-യിൽ സ്കോട്ട്ലൻഡിലേക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും ആണ് ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് വന്നു. മക്കൾ നാട്ടിലാണ്, എൻ്റെ പേരൻസ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന് വൺസ് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം കുഞ്ഞുങ്ങളെ കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് വന്നത് തന്നെ. അപ്പം ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ നിന്ന് ഒരുപാട് പേര് UK-യിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പം അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് എന്നെ അറിയാവുന്നവരും എനിക്കറിയാവുന്നവരായിട്ടുള്ള കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3-3.5 മാസമായി. ഞാൻ സ്കോട്ട്ലൻഡിലെ എൽഗിൻ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ നാട്ടിലുള്ളതും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതൊന്ന്, ഇവിടെ വന്നിട്ടുള്ള അക്കോമഡേഷൻ മറ്റു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും, ഇവിടെ വന്നാൽ ഒരു ഫാമിലി വരുമ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, ഫിനാൻഷ്യലി നമുക്ക് സ്റ്റേബിൾ ആണോ, ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ UK-യിൽ ഫേസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഉള്ളവർ കാറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണോ, നമുക്ക് എന്താണേലും ഒരു കാർ എടുത്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിവിടെ വന്നതിന് ബാങ്ക് അക്കൗണ്ടൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും കൂടുതൽ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത എടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാൻ പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഹോം ടൂറാണ്, നിങ്ങൾക്ക് കിട്ടിയ വീടൊക്കെ ഒന്ന് കാണിക്കാമോ എന്നൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്കോട്ട്ലൻഡ് എങ്ങനെയാണ് സ്ഥലം എന്നൊക്കെ. എല്ലാത്തിനും കൂടെയുള്ള ഉത്തരം ഒരു വീഡിയോയിൽ പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. അത് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, കേൾക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ സാധനങ്ങളാണ് UK-യിലേക്ക് വരുമ്പം അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബ് ചാനൽസിലൊക്കെ ഒരുപാട് UK അടിച്ചു നോക്കുമ്പോൾ UK ലിസ്റ്റ് സാധനങ്ങളുടെ അങ്ങനെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ തിരിച്ചിരിക്കുന്നത് ഡ്രസ്സ്, കിച്ചൺ, പിന്നെ മെഡിസിൻസ്, പിന്നെ കുറച്ച് അതേഴ്സ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനകത്തുനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ എത്ര ഒരു ലഗേജ് ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ വരുന്ന കാര്യം ഡ്രസ്സസ് ആണ്. ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പം മാക്സിമം എടുക്കാനുള്ളത് 3-4 ജീൻസ്, 3-4 ടോപ്സ്, ഇത്ര മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. അതായത് വെളിയിലിടാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. മറ്റേ നാട്ടിലെ പോലത്തെ സൽവാർ അല്ലെങ്കിൽ സാരി ഒന്നും ഇവിടെ ആരും ഉപയോഗിക്കത്തില്ല. ഇവിടുത്തെ ക്ലൈമറ്റിന് അത് പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പള്ളിയിൽ പോകണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് 1-2 എടുക്കാം. അതും സാരി ഒന്നും ഞാനിവിടെ പ്രിഫർ ചെയ്യത്തില്ല. എപ്പോഴും എല്ലാവരും സൽവാർ തന്നെ ആയിരിക്കും ചർച്ചിലൊക്കെ യൂസ് ചെയ്യുന്നത്. ജീൻസ് ടോപ്പ് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 4 ജീൻസ് 4 ടോപ്സ്, വേണമെങ്കിൽ മാത്രം ഒരു സൽവാറോ അല്ലെങ്കിൽ ഒരു സാരിയോ, അങ്ങനെ മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നെ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതും മാക്സിമം നല്ല കട്ടിയുള്ള ജീൻസ് അല്ലെങ്കിലും നല്ല കട്ടിയുള്ള ക്ലോത്ത് തന്നെ എടുക്കുക. ട്രൗസേഴ്സ് ആണെങ്കിലും ഷർട്ട്സ് ആണെങ്കിലും ഒക്കെ നല്ല വൂളൻ ടൈപ്പുള്ള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുക. പിന്നെ ജാക്കറ്റ്, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ജാക്കറ്റ്, തെർമൽ വെയർ. ജാക്കറ്റ് എന്ന് പറയുമ്പോൾ -10 ഡിഗ്രി അല്ലെങ്കിൽ -15 ഡിഗ്രി വരെ പോകുന്ന ജാക്കറ്റ്സ് ഒരാൾ എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുക. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെയൊക്കെ അത് ബെറ്റർ പ്രൈസിൽ നല്ല സാധനം കിട്ടും. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വരുമ്പം അത്യാവശ്യം നമുക്ക് വന്ന ഉടനെ ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരെണ്ണം എടുക്കുക. തെർമൽ വെയർ എന്ന് പറയുന്ന സാധനം അത് നമ്മൾ ഇൻസൈഡ് യൂസ് ചെയ്യുന്നതാണ്. ഈ ജാക്കറ്റ് ഇടുമ്പോൾ ചില സമയത്ത് -10 ഡിഗ്രി ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജാക്കറ്റ് കൊണ്ട് മാത്രം ഇവിടുത്തെ ക്ലൈമറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ തെർമൽ വെയർസ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രൗസേഴ്സ് ആണെങ്കിലും ടീഷർട്ട്സ് ആണെങ്കിലും ഫുൾ സ്ലീവ് വിത്ത് അങ്ങനെയൊക്കെ ഉള്ളതും അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് ഉള്ളതും സ്ലീവ്ലെസ്സും ഒക്കെ നമുക്ക് തെർമൽ വെയർ കിട്ടും. അതൊരെണ്ണം ഒരു പെയർ എടുക്കുക, ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുക. അതിന് ശേഷമുള്ളത് ഷൂസ് ആൻഡ് സോക്സ് ആണ്. അത്
എടുക്കുക. കാരണം അധികം സ്ലിപ്പറി അല്ലാത്തത്. ഇവിടെയൊക്കെ സ്നോ വന്ന് കഴിയുമ്പോൾ നടക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും 1-2 ഷൂസ് നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. ഇവിടെ കിട്ടത്തില്ലെന്നല്ല, പക്ഷെ ഞാനിവിടെ കണ്ട ഷൂസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തന്നെ അത്രയും ഒരു ഭംഗിയില്ല, ക്വാളിറ്റിയും തോന്നിയില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും മിനിമം 2 ഷൂസ് എങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറയാറുണ്ട്. പിന്നെ ബ്ലാക്ക് ഷൂ എപ്പോഴും കരുതുക, പ്ലെയിൻ ബ്ലാക്ക്. ഇപ്പം ലൈക്ക് ഹോസ്പിറ്റലാണെങ്കിലും അല്ലെങ്കിൽ എവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എപ്പോഴും ബ്ലാക്ക് ഷൂസ് പ്രിഫർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഷൂസ് എടുക്കുക. പിന്നെ 4-5 പെയർ സോക്സ് എടുക്കുക. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ ഒരു തുണി ഉണങ്ങി കിട്ടുക, വെളിയിൽ നിന്ന് കൊണ്ട് വിരിച്ചിട്ട് അത് ഉണങ്ങി കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അതൊക്കെ അല്ലെങ്കിൽ അതുപോലത്തെ നല്ല ടൈം ആയിരിക്കണം. ഇപ്പം ഒരു ഡിസംബർ ജനുവരിയിലൊക്കെ ഒരു രക്ഷയില്ല. അക്കോമഡേഷൻ കിട്ടുന്നിടത്ത് വാഷിംഗ് മെഷീൻ, ഡ്രയർ എല്ലാം ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പം ഡ്രയർ ഇല്ലെങ്കിലും നമുക്ക് മാറിയിടാനായിട്ട് നമുക്കൊരു എക്സ്ട്രാ പെയർസ് സോക്സ് കരുതണം. പിന്നെ ഹാൻഡ് ഗ്ലൗസ് ആണ്. ഹാൻഡ് ഗ്ലൗസ് ഇല്ലാണ്ട് നമുക്ക് ഈ ടൈമിലൊക്കെ വെളിയിലോട്ട് ഇറങ്ങാനും നടക്കാനും, കാറൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് കാറിലോട്ട് കയറുക, അങ്ങനെ കുഴപ്പമില്ല. അല്ലാതെ നടന്നൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഹാൻഡ് ഗ്ലൗ ഇല്ലാതെ ഒരു രക്ഷയില്ല. അപ്പം എന്താണേലും ഹാൻഡ് ഗ്ലൗസ് 1-2 എടുക്കുക. അതാണ് മെയിനായിട്ടുള്ള ഡ്രസ്സസിൻ്റെ കാര്യത്തിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ റൂമിലിടാനാണെങ്കിലും ഒരു നല്ല എന്താ പറയുക ഫുൾ കവറിങ് ഉള്ള ഷൂ മോഡൽസ് എന്തെങ്കിലും റൂമിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ടൈപ്പ് ആണെങ്കിലും എടുക്കുക. ഇവിടെ നാട്ടിലെ പോലെ ടൈലോ അല്ലെങ്കിൽ അങ്ങനത്തെ സിമെന്റ് അങ്ങനെയൊന്നും അല്ല. ഇവിടെ എല്ലാം കാർപ്പറ്റ്സ് ഒക്കെ ആയിരിക്കും. എന്നാലും നമുക്ക് കാലൊക്കെ എപ്പോഴും സോക്സ് ഇട്ടിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ നടക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ ക്ലൈമറ്റിന്. അപ്പോൾ എന്താണെങ്കിലും സോക്സും ഷൂസും കരുതുക. റൂമിലിടാനായിട്ടും ഒരു ഷൂ മോഡൽ എന്തെങ്കിലും ഒന്ന് കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇന്നർ ഗാർമെന്റ്സ് ആണ്. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഏറെ എടുത്തോളൂ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുക്കുക. പിന്നെ ഒരു ടവല്, ഒരു ലൈക്ക് നാട്ടിലെ പോലത്തെ തോർത്ത് എടുക്കണം എന്ന് ഞാൻ പറയത്തില്ല. ഇവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നത് ടർക്കി ആയിരിക്കും. ടർക്കി കവർ ഇച്ചിരി നല്ല കട്ടിയുള്ള, ഇച്ചിരി നല്ല വലിപ്പമുള്ള ടർക്കി എടുക്കുന്നതായിരിക്കും. അത് 1-2 എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് അങ്ങനെയാണ് ഒരുമാതിരി ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ളത്. ഞാൻ എന്താണേലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ലാസ്റ്റിൽ ചെക്ക് ലിസ്റ്റായിട്ട് യൂസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഉള്ളത് കിച്ചണിലേക്കുള്ള കാര്യങ്ങളാണ്. കുറേ പേര് പറയാറുണ്ട് കുറേ സാധനങ്ങൾ കിച്ചണിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരരുത്. കാരണം ഞാനിവിടെ വന്നപ്പം അത്യാവശ്യം ഞങ്ങൾ 2 പേരുടെ വന്നേ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നു. 40+40 ലഗേജ് തന്നെ ഉണ്ട്. പിന്നെ ഹാൻഡ് ബാഗിലും 7 ഉണ്ടായിരുന്നു. അപ്പം തന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യം ഒക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടി പറക്കി കെട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് മെയിനായിട്ട് വേണ്ടുന്ന കാര്യം കുക്കറാണ്. കുക്കർ എന്താണെങ്കിലും അത്യാവശ്യം എടുത്തോ. അത് ഒരാളാണ് വരുന്നെങ്കിൽ 2 പേര് വരുന്നെങ്കിൽ എപ്പോഴും വലിയ കുക്കർ എടുക്കാൻ ശ്രമിക്കുക. 4 ലിറ്ററിൻ്റെയോ 5 ലിറ്ററിൻ്റെയോ കുക്കർ തന്നെ എടുക്കുക. 3 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ട് ഇവിടെ ഒരു യൂസും ഇല്ല. ഒരാളൊന്ന് ഷെയർ ചെയ്യാമെന്നാലോ അത് എപ്പോഴാണെങ്കിലും അത് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഞങ്ങൾ 4 ലിറ്ററിൻ്റെ ആണ് എടുത്തത് 2 പേര് വന്നപ്പോഴും. എന്നിട്ട് പോലും ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് 5 ലിറ്ററിൻ്റെ എടുക്കേണ്ടതായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും കുക്കർ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുക്കർ എടുക്കുക. പിന്നെ ഉള്ളത് മിക്സർ ഗ്രൈൻഡറാണ്. മിക്സി എന്താണെങ്കിലും എടുക്കുക. ഞങ്ങൾ ആക്ച്വലി വാങ്ങിച്ചു, പക്ഷേ നമുക്ക് വെയിറ്റിൻ്റെ ഇഷ്യൂസ് കാരണം മിക്സി കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പം പക്ഷെ നിങ്ങൾ മിക്സി എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒന്ന് അരച്ച് ഒരു ചമ്മന്തി കൂട്ടി കഴിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ മിസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ആമസോണിൽ കൂടെ വാങ്ങിക്കാൻ പറ്റും. ആമസോണിൽ നമ്മൾ ഡെലിവറി ഒക്കെ ചെയ്യും വീട്ടിലാണെങ്കിലും അഡ്രസ്സിൽ. പക്ഷെ എന്നാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മിക്സി കൊണ്ടുവരും. പിന്നെ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരാൻ നേരം ഞങ്ങൾക്ക് ഇവിടെ ഒരു അക്കോമഡേഷൻ റെഡി ആയിട്ടില്ലായിരുന്നു. നമ്മളൊരു Airbnb എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ത്രൂ ആണ് ഒരു ടെമ്പററി സ്റ്റേ എന്നുള്ള രീതിയിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് ഇടാം. പക്ഷേ അപ്പോൾ നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചൺ അവൈലബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പം ഫുൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമുക്കിപ്പോൾ വെളിയിൽ പോയി കഴിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് നമുക്കറിയാഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇൻഡക്ഷൻ കുക്കർ തന്നെയായിരുന്നു. വരുന്നവരെല്ലാം ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചിട്ട് വരണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം അതായിരുന്നു. മിക്സി നാട്ടി വെച്ചിട്ട് ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കർ എടുക്കാനുള്ള കാരണം തന്നെ ചായ ഉണ്ടാക്കി കുടിക്കണം എങ്കിൽ പോലും നമുക്ക് വെളിയിൽ പോകേണ്ട ഒരു അവസ്ഥ വരുമെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കർ എടുത്തത്. പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രയോജനമായി. അപ്പം അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടല്ലേ അക്കോമഡേഷൻ ഒന്നും ഇല്ല, അതാണ് ഇങ്ങോട്ട് കയറി വരുന്നത് എന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ആദ്യം കിട്ടി, അതായത്
നമ്മൾ അക്കോമഡേഷന് കിട്ടിയ വീട്ടിൽ നമുക്ക് ഗ്യാസ് കണക്ഷൻസ് അൺഫർണിഷ്ഡ് ആയിരുന്നു. അൺഫർണിഷ്ഡ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലായിരുന്നു. സാധാരണ അൺഫർണിഷ്ഡ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ഓവനോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് സെറ്റപ്പോ സ്റ്റൗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാറുണ്ട്. ഇതൊന്നുമില്ലായിരുന്നു. ഫുള്ളി അൺഫർണിഷ്ഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് അത് ചൂസ് ചെയ്യാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പം അത് അന്നും നമുക്ക് 1.5 മാസത്തോളം ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹമുള്ളവർ, കയ്യിലുള്ളവർ അത് എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫ്രൈയിങ് പാൻ ഒക്കെ ഏറെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരെണ്ണം ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു ലാർജ് സൈസിൽ ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക. പിന്നെ ചായ ഇടാനൊരു പാത്രം, പിന്നെ ഒരു സ്റ്റെയിനർ, ചായ അരിപ്പ അതൊരെണ്ണം എടുക്കുക. പിന്നെ വുഡിൻ്റെ തവി, എന്തെങ്കിലുമൊക്കെ ഇളക്കാൻ അങ്ങനെയായിട്ടൊരു വുഡിൻ്റെ തവി. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഒരു കപ്പ്, ഒരു ഫുഡ് കഴിക്കാൻ ഒരു പ്ലേറ്റ്, പിന്നെ ഒരു സ്പൂണ്. ഇത്രയാണ് അത്യാവശ്യമായിട്ട് കിച്ചണിൽ ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഇത്രയും സംഭവങ്ങൾ എന്താണെങ്കിലും കൊണ്ടുവന്നിരിക്കണം. കുക്കറ്, മിക്സി, ഇൻഡക്ഷൻ കുക്കർ ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഫ്രൈയിങ് പാന്, വുഡിൻ്റെ തടി കൊണ്ടുള്ള ഒരു തവി, പിന്നെ ടീ മേക്കർ. അത് അത്യാവശ്യമായിട്ട് ഞാൻ പറയാം. പിന്നെ ബാക്കി അതായത് ഇവിടെ എല്ലാവരും ഫോർക്ക്, നൈഫ്, സ്പൂൺ അങ്ങനെയൊക്കെ. അപ്പം ഇവിടെയൊക്കെ അതൊക്കെ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങോട്ട് വരുന്ന പറഞ്ഞാൽ അത്യാവശ്യം വേണ്ടത് UK അഡാപ്റ്ററാണ്. UK അഡാപ്റ്റർ എന്താണേലും 1 or 2 വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പോഴും ഞങ്ങളത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം UK അഡാപ്റ്റർ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് 1 or 2 വാങ്ങിച്ചത് 600 rupees എങ്ങാണ്ട് നാട്ടിൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചപ്പോൾ അത്രയൊക്കെ ആണ്ടേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് 2 വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് എപ്പോഴും അതിൻ്റെ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതെന്താണെങ്കിലും വാങ്ങിക്കുക. പിന്നെ വേണ്ടുന്നത് പവർ ബാങ്ക്, ഫോണിൻ്റെ ചാർജ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ, ബസ്സിനൊക്കെ പോകേണ്ടി വരുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ബസ്സിന് പോകേണ്ടി വരുവാണെങ്കിൽ ഇപ്പം പവർ ബാങ്ക് എപ്പോഴും കൂടുതലുള്ളത് നല്ലതായിരിക്കും. അതെടുക്കുക. പിന്നെ നോർമലി നമ്മുടെ മുടി ചെയ്യാനുള്ള ചീപ്പ്, സോപ്പ്, അത് അത്യാവശ്യമൊക്കെ വാങ്ങിച്ചാൽ മതി. ബാക്കിയൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. സോപ്പൊക്കെ 1 or 2 എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം ബോഡി ക്രീം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര ചുളിവ് വീണ പോലെയൊക്കെ ഇരിക്കും. നമുക്ക് ക്രീമൊക്കെ വളരെ അത്യാവശ്യമായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ കയ്യിലും മുഖത്തും കഴുത്തിലും ഒക്കെ പുരട്ടാനായിട്ട് ഒരു ചെറിയൊരു ബോട്ടിൽ ക്രീം അത്യാവശ്യം കരുതുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് വേറെ വാങ്ങിക്കാവുന്നതാണ്. ലിപ് ബാം വളരെ അത്യാവശ്യമായിരുന്നു. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിലൊക്കെ നമ്മുടെ ലിപ്പൊക്കെ ഇങ്ങനെ സ്കിന്നൊക്കെ പീൽ ചെയ്യാൻ ഭയങ്കര ചാൻസ് കൂടുതലായിരുന്നു. ഒന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിൽ കാരണം നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കാൻ പറ്റില്ല, വിയർക്കുകയില്ല, സ്വെറ്റിങ്ങും ഇല്ല. അപ്പം നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ലിപ് ബാം. ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ പീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്രീം, ലിപ് ബാം, സോപ്പ്, പിന്നെ എന്തെങ്കിലും ലൈക്ക് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ലൈക്ക് ഫൗണ്ടേഷൻസോ ക്രീംസോ അതൊന്നും എനിക്കറിയില്ല എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ, അത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഇതൊക്കെ അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട സംഭവങ്ങളാണ്. പിന്നെ UK വരുമ്പോൾ എല്ലാവരും നമ്മുടെ ഇന്ത്യൻ റുപ്പി പൗണ്ട്സ് ആക്കി കൊണ്ടുവരാറുണ്ട്. പൗണ്ട്സ് ആക്കി കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോളിമർ നോട്ട് ആയിരിക്കണം. പേപ്പർ നോട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എടുക്കും എന്നുള്ള കാര്യം. പോളിമർ നോട്ട് തന്നെ എടുക്കണം എന്നുള്ളതാണ്. പിന്നെ ബ്രിട്ടീഷ് പൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ UK ലണ്ടനിൽ മാത്രം സെപ്പറേറ്റ്, അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിൽ അത് പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. പൗണ്ട് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. സെയിം വാല്യൂ ഒക്കെ തന്നെയാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. UK വന്നിട്ട് ഏറ്റവും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റമാണ്. അതായത് നമുക്കിപ്പോൾ ഒരു പനി വന്നാലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലോ നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ നാട്ടിലൊക്കെ പോയി ഡോക്ടറിനെ കാണുന്ന പോലെ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി കാണാൻ പറ്റത്തില്ല. ഇവിടെ ആദ്യം നമ്മൾ വന്നിട്ട് GP രജിസ്റ്റർ ചെയ്യണം. അത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയി നമ്മളൊരു പേപ്പർ ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എഴുതണം. പിന്നെ അവർ നമുക്കൊരു നമ്പർ തരും. ആ നമ്പർ വെച്ചിട്ട് ഓൺലൈനൊക്കെ ഫിസിഷ്യനുമായിട്ട് സംസാരിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വന്ന സമയത്ത് ഞാൻ കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിട്ട് പോലും ഒരു ദിവസം തന്നെ വരുന്ന 10-20 വട്ടം മേലെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ബിസിയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് മെഡിസിൻസ് എല്ലാം എടുക്കുക. ആൻറ്റിബയോട്ടിക്സ് എടുക്കുക, പാരസെറ്റമോൾസ് എടുക്കുക, എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ അതിനുള്ളത് എടുക്കുക, അത്യാവശ്യം എന്തെങ്കിലും ഇച്ചിങ് ഉള്ളത് എടുക്കുക, ചെവി വേദന അതിനുള്ളത് എടുക്കുക,
മൂക്കൊലിപ്പ്, പനി, തലവേദന എല്ലാം എന്തൊക്കെയുണ്ടോ നിങ്ങളൊരു ഫിസിഷ്യനെ കണ്ടിട്ട് ഇതുപോലെ ഞങ്ങൾ ഇതുപോലെ പോവുകയാണ്, അപ്പം ഒരു 2-3 മന്ത്സിലേക്കുള്ള അത്യാവശ്യം വേണ്ടുന്ന എല്ലാം എടുക്കുക. ഞാനൊക്കെ ആൻറ്റിബയോട്ടിക്സിൻ്റെ നമുക്ക് ഏറെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ലെങ്കിൽ പോലും ഇവിടെ വന്ന സമയത്തൊക്കെ ചെവി വേദന ഭയങ്കരമായിരുന്നു. ഇവിടുത്തെ നമ്മൾ പോക്ക് വരവും ഈ തണുപ്പൊക്കെ അടിച്ചിട്ട് ചെവിക്കകത്ത് നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇയർ ഡ്രോപ്സ്, നേസൽ ഡ്രോപ്പ്, ഐ ഡ്രോപ്പ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ നമ്മളൊന്ന് പോയി ചെക്കപ്പ് ചെയ്ത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടുന്നതെന്ന് നമ്മൾ ഫിസിഷ്യനോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കുന്നത് നല്ലതായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം അത് ശ്രദ്ധിക്കുക വരുമ്പോൾ. പിന്നെ നിങ്ങളെപ്പം എന്ത് മെഡിസിൻസ് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും ഒരു പ്രിസ്ക്രിപ്ഷൻ എപ്പോഴും കൈവെക്കുക. കാരണം എയർപോർട്ടിലാണെങ്കിലും പിന്നെ വരുന്ന വഴിക്കൊക്കെ ആണെങ്കിലും ഇവിടെ അങ്ങനെ മെഡിസിൻസ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, കൊണ്ട് നടക്കുന്ന മെഡിസിൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പം എന്താണെങ്കിലും ഫിസിഷ്യൻ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ കൈവെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം, കിച്ചണിലേക്കുള്ള കാര്യം, പിന്നെ മെഡിസിൻസിൻ്റെ കാര്യമാണ് ഇത്ര നേരം പറഞ്ഞിട്ടുള്ളത്. പിന്നെ നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് UK അഡാപ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആണ് ഫോൺ ത്രൂ, പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കലണ്ടർ എടുക്കാം കേട്ടോ. എനിക്ക് അത് പലപ്പോഴും വേണമെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഒരു കലണ്ടർ എടുക്കാം. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പം കുറേ ചിപ്സും അല്ലെങ്കിൽ ഇവിടെ കുറേ പേര് എൻ്റെ കൂടെ വന്നവരൊക്കെ കുറച്ച് ഉപ്പ്, പഞ്ചസാര മുതലായ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇവിടെ ഭയങ്കര നോർമൽ റേറ്റ് ആണ്. ഉപ്പിനും പഞ്ചസാരയ്ക്കും ഒക്കെ നല്ല വിലക്കുറവിന് തന്നെ കിട്ടും നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ വലിയ വിലയൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ നിർബന്ധമൊന്നുമില്ല. എന്നാലും വന്ന് 2 ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ ഷോപ്പിലൊക്കെ പോകാതെ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി തേയിലയോ അല്ലെങ്കിൽ ഇച്ചിരി കാപ്പിപ്പൊടിയോ ഇച്ചിരി ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ അങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാവുന്നതാണ്. പിന്നെ അങ്ങനെ മെയിനായിട്ട് വിട്ടുപോയിട്ടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ഞാൻ ഡീറ്റെയിൽഡ് ചെക്ക് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാൻ എന്താണെങ്കിലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. UK-യിലേക്ക് ആരെങ്കിലും കയറി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. സോ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക. നിങ്ങൾക്ക് തുടർന്നും ഈ വീഡിയോസ് കാണണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് കാരണം അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.